നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ ഇടിമിന്നലുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ജാഗ്രത വേണമെന്ന നിർദ്ദേശം. വേനൽ മഴയിൽ അന്തിക്കാട് പാടശേഖരത്തിൽ കൊയ്തുവെച്ച 800 ടൺ നെല്ല് നശിച്ചു. പാടശേഖര കമ്മിറ്റിയുടെ അനാസ്ഥയാണ് ഭീമമായ നഷ്ടത്തിന് ഇടയാക്കിയതെന്ന് കർഷകർ. തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശത്തിന് 2 ദിനം മാത്രം ബാക്കി. സ്ഥാനാർത്ഥികൾ അവസാനവട്ട പ്രചരണത്തിൽ. പെരിങ്ങോട്ടുകര ചെമ്മപ്പള്ളിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ നേരത്തെയും കേസുകളിൽ പ്രതികളായവർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ ആരോപണവുമായി അനിൽ അക്കര MLA. ടിക്കാറാം മീണ AKG സെന്ററിലെ ജീവനക്കാരനെ പോലെ പെരുമാറുന്നുവെന്ന് അനിൽ അക്കര. യേശുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഭക്തി നിർഭരമായി നഗരി കാണിക്കൽ പ്രദക്ഷിണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ ഇടിമിന്നലുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. ജാഗ്രത വേണമെന്ന നിർദ്ദേശം. ഏപ്രിൽ 23 വരെ മഴ തുടർന്നേക്കും. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. തൃശൂർ ജില്ലയിൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളയിടങ്ങളിൽ രാത്രി സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. വേനൽ മഴയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെ അടുത്ത 5 ദിവസം ശക്തമായ മിന്നലിന് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ സമയങ്ങളിൽ ടെറസിലോ മുറ്റത്തോ ഇറങ്ങുന്നത് ഒഴിവാക്കണം. കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കാൻ വിടരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മിന്നലിന് സാധ്യതയുണ്ടെങ്കിൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറണം. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ജനലുകളും വാതിലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കുക. ലോഹവസ്തുക്കളുടെ സാമീപ്യം ഒഴിവാക്കുക. ഫോൺ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മിന്നലുള്ള സമയങ്ങളിലെ കുളി ഒഴിവാക്കുക. മിന്നലുള്ള സമയങ്ങളിൽ ഉയർന്ന മരങ്ങൾക്കിടയിൽ നിൽക്കാതിരിക്കുക. മിന്നലുള്ള സമയങ്ങളിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. വേനൽ മഴയിൽ അന്തിക്കാട് പാടശേഖരത്തിൽ കൊയ്തുവെച്ച 800 ടൺ നെല്ല് നശിച്ചു. പാടശേഖര കമ്മിറ്റിയുടെ അനാസ്ഥയാണ് ഇത്രയും ഭീമമായ നഷ്ടത്തിന് ഇടയാക്കിയതെന്നാണ് കർഷകരുടെ ആരോപണം. അന്തിക്കാട് പാടശേഖരത്തിന് കീഴിലുള്ള കോവിലകം പടവിലെ 500 ഏക്കറിലെ നെല്ലാണ് മഴയിൽ വെള്ളം കയറി ഉപയോഗശൂന്യമായത്. 2 ആഴ്ച മുൻപ് കൊയ്ത്ത് കഴിഞ്ഞ് ചാക്കിലാക്കിയ നെല്ലാണ് മില്ല് കമ്പനികൾ കൊണ്ടുപോകാത്തത് മൂലം മഴയിൽ വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. അതേസമയം 2 ദിവസം മുൻപ് കൊയ്ത്ത് കഴിഞ്ഞ പടവ് കമ്മിറ്റി ഭാരവാഹികളുടെ നെല്ല് കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെതിരെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 450ഓളം കർഷകർ ഇവിടെ കൃഷിയിറക്കിയിട്ടുണ്ട്. ഇത്തവണ നല്ല വിളവ് ലഭിച്ചത് കർഷകരെ ആഹ്ലാദത്തിലാക്കിയിരുന്നുവെങ്കിലും മഴ വില്ലനായി എത്തിയത് കർഷകരുടെ ആഹ്ലാദം ദുഃഖത്തിന് വഴിമാറ്റി. ബാങ്കുകളിൽ നിന്നും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത കർഷകർ മഴ ചതിച്ചതോടെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ്. മഴ നനഞ്ഞ നെല്ല് ഉണക്കി നൽകിയാലും മില്ല് കമ്പനികൾ തൂക്കത്തിൽ വൻ കുറവ് വരുത്തുമെന്നതും കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൊയ്ത്ത് നടത്താനുള്ള 100 ഏക്കറിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ യന്ത്രമിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ പാടശേഖര സമിതിയുടെ അനാസ്ഥിക്കുന്നതിൻ്റെ കാരണം ഇന്നലെ കൊയ്ത്ത് കഴിഞ്ഞ കമ്മിറ്റിക്കാരൻ്റെ ഇന്നലെ 2 മണിക്ക് കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് ഇന്നലെ വൈകിട്ട് കയറിപ്പോയിട്ടുണ്ട്. 5-ാം തീയതി മുതൽ കൊയ്ത നെല്ലാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ് 5-ാം തീയതി കൊയ്ത് വെച്ച നെല്ല് കയറ്റി കൊണ്ടുപോകാൻ പടവുകാർ സമ്മതിക്കാണ്ട് അവർ ഇന്നലെ കൊയ്ത നെല്ല് കംപ്ലീറ്റ് കയറ്റി കൊണ്ടുപോയി ചെയ്ത് ഇത്രയും ദിവസം കൊയ്ത് ഇവിടെ ഇരിക്കുന്ന നെല്ലുകൾ അവർ കയറ്റി വിടാതെ ഇത്രയും ദിവസമായി വെള്ളത്തിൽ ആവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. മഴയിൽ നിലത്ത് വീണ നെല്ല് ഉടൻ കൊയ്തില്ലെങ്കിൽ മുളയ്ക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതേസമയം സപ്ലൈകോയിൽ നിന്ന് നെല്ല് കരാറെടുത്ത സ്വകാര്യ മില്ലുകാർക്ക് നെല്ല് കയറ്റിക്കൊണ്ടുപോകുന്നതിനാവശ്യമായ ചെറുവാഹനങ്ങൾ ലഭിക്കാത്തതിനാലാണ് ചാക്കിലാക്കിയ നെല്ല് കയറ്റിക്കൊണ്ടു പോകാനാകാത്ത സാഹചര്യം ഉണ്ടായതെന്ന് അന്തിക്കാട് കോൾ പാടശേഖര സമിതി സെക്രട്ടറി AG സുഗുണദാസ് പറയുന്നു. 5-ാം തീയതി മുതൽ കൊയ്ത്ത് തുടങ്ങി ഇവിടെ നെല്ല് കൊണ്ടുപോകാനുള്ള സൗകര്യക്കുറവ് ഇത് പാടശേഖരം ഉണ്ടാക്കിയതല്ല. പക്ഷേ കമ്പനിക്കാർക്ക് ചെറുവണ്ടികളില്ലാത്തതുകൊണ്ട് വെല്ലുവണ്ടി ഇറക്കാമെന്ന് പറഞ്ഞു. വെല്ലുവണ്ടി ഇറക്കാനായിട്ട് ഇവിടെ പ്രാദേശിക രീതിയിൽ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ നമുക്ക് ആ നെല്ല് ഇന്നലെ വരെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു 10 ലോഡ് നെല്ല് കൂടുതൽ ഇന്നലെ വരെ പോയിട്ടുമില്ല.
അത് 10 ലോഡും ചെറുവണ്ടിയാണ് പോയിരിക്കുന്നത്. വലിയ വണ്ടിയിൽ കയറി പോയിട്ടുമില്ല. ചാക്കിലാക്കി വെച്ച നെല്ലുകൾ കയറ്റിക്കൊണ്ടു പോകുന്നതിന് ചെറുവാഹനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചുമട്ട് തൊഴിലാളികളുമായി ചർച്ച നടത്തി എത്രയും വേഗം നെല്ല് സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ നടപടി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. വേനൽ മഴയിൽ നെല്ല് വെള്ളം കയറി നശിച്ചതുമായി ബന്ധപ്പെട്ട് കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ നടപടി വേണമെന്ന് CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി VA ദിവാകരനും കേരള കർഷക സംഘം അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി EG ഗോപാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. TCV അന്തിക്കാട്. പെരിങ്ങോട്ടുകര ചെമ്മപ്പള്ളിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശികളായ അറക്കപ്പറമ്പിൽ വിനയൻ, പുതിയടത്ത് മിഥുൻ, കണാറ വീട്ടിൽ ലനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്ന ചെമ്മപ്പള്ളി സ്വദേശി പ്രതിനാണ് വ്യാഴാഴ്ച മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം വീടിന് സമീപം കൂട്ടുകാരോടൊത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന പ്രതിനെ സംഘം ആക്രമിക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് പെരിങ്ങോട്ടുകരയിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. പ്രതികളിൽ വിനയൻ AISFക്കാരെ ആക്രമിച്ച കേസിലും മിഥുൻ പെരിങ്ങോട്ടുകരയിലെ CPI ഓഫീസ് ആക്രമിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മൂന്നാമനായ ലനീഷ് മരിച്ച പ്രതിന്റെ ബന്ധു കൂടിയാണ്. അന്തിക്കാട് CI മുഹമ്മദ് ഹനീഫ്, SI സംഗീത് പൂനത്തിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ ആരോപണവുമായി അനിൽ അക്കര MLA. ടിക്കാറാം മീണ AKG സെന്ററിലെ ജീവനക്കാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് അനിൽ അക്കര മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി ലഭിച്ചിട്ടും പരാതി പോലീസിന് കൈമാറിയില്ല. രമ്യ ഹരിദാസിന്റെ പരാതിയിൽ വിജയരാഘവനെതിരെയുള്ള നടപടി താക്കീതിലൊതുക്കിയത് ശരിയായില്ല. മീണയ്ക്കെതിരെ DGPക്ക് പരാതി നൽകുമെന്നും അനിൽ അക്കര പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ടിക്കാറാം മീണ വിജയരാഘവനെതിരായുള്ള നിലപാടുകൊണ്ട് മനസ്സിലായല്ലോ AKG സെന്ററിലെ ഏത് ജോലിക്കാരനാണ് എന്ന സംശയമാണ് എനിക്കുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആ പരാതി താക്കീത് നൽകി ഒത്തുതീർപ്പാക്കാൻ ടിക്കാറാം മീണയ്ക്ക് ഇന്ന് രാജ്യത്ത് ഒരു നിയമവും ടിക്കാറാം മീണയുടെ അതിന് പിൻബലമായിട്ടില്ല. ആ പരാതി ടിക്കാറാം മീണ നൽകേണ്ടത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്കാണ്. വിജയരാഘവനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് വിലക്കുകയാണ് വേണ്ടത്. പരസ്യമോ സ്വകാര്യവുമായ പ്രവർത്തനത്തിൽ നിന്നും വിജയരാഘവനെ മാറ്റി നിർത്തിയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കൈമാറുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ദീപാ നിശാന്തിന്റെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടാണ്. രമ്യ ഹരിദാസിനെതിരെ ദീപാ നിശാന്ത് നടത്തിയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മൊഴി നൽകാൻ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അനിൽ അക്കര MLA. യേശുവിന്റെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശുരൂപം ചായ്ക്കൽ ശുശ്രൂഷയും നടന്നു. വൈകിട്ട് തൃശൂർ നഗരത്തിൽ നടന്ന നഗരി കാണിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നിശ്ചല ദൃശ്യങ്ങളുടെയും കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെയും അകമ്പടിയോടെ നടന്ന നഗരി കാണിക്കൽ ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് വിശ്വാസികളാണ് അണിനിരുന്നത്. പുത്തൻപള്ളിയിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന പ്രദക്ഷിണം പുത്തൻപള്ളിയിൽ തന്നെ സമാപിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി. നിരവധി വൈദികരും കന്യാസ്ത്രീകളും നഗരി കാണിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ ഓട്ടോ ഡ്രൈവർ മുങ്ങി മരിച്ചു. കല്ലറ്റിങ്കര മൂട്ടത്തിൽ വീട്ടിൽ 48 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. അന്നനാട് ആറങ്ങാലി കടവിൽ വെള്ളിയാഴ്ച രാത്രി 8-നായിരുന്നു സംഭവം. കുടുംബസമേതം ഓട്ടോയിൽ കടവിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു ഡെന്നി. ഇതിനിടെ കുളിക്കാൻ പുഴയിലിറങ്ങിയപ്പോൾ ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോവുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. തുടർന്ന് ചാലക്കുടിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. പുലക്കാട്ടുകര ഷട്ടർ പാലത്തിന് സമീപം മണലിപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. കല്ലൂർ ആദൂർ പന്തുലങ്ങാൻ പരേതനായ കോരുമകൻ 36 വയസ്സുള്ള മുരുകൻ എന്ന് വിളിക്കുന്ന രാജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇയാളെ കാണാതായത്. നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ കടവിൽ നിന്ന് രാജേഷിന്റെ ഷർട്ടും മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു.
വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വേനൽ മഴയിൽ തീരമേഖലയിൽ പരക്കെ നാശം. കൊടുങ്ങല്ലൂരിൽ എറിയാട്, അഴീക്കോട്, എടവിലങ്ങ്, മേത്തല, ലോകമല്ലേശ്വരം തുടങ്ങിയ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. മേത്തല കടുക്കച്ചുവട് ചിത്തിരാവളവിൽ ഐനിമരം വീണ് മാടവനക്കാട്ടിൽ തോമസിന്റെ ഓട് മേഞ്ഞ വീട് തകർന്നു. അഴീക്കോട് ജെട്ടിയിൽ ഇടിമിന്നലേറ്റ് മരം ഒടിഞ്ഞ് വീടിന് മുകളിൽ വീണു. മസ്തംപള്ളി ഗോയലിന്റെ പുരയിടത്തിലെ മരമാണ് വീണത്. എടവിലങ്ങിൽ മരം വീണ് കാട്ടിൽ ബാലകൃഷ്ണന്റെ വീടിന് കേടുപാട് സംഭവിച്ചു. മറ്റ് പലയിടങ്ങളിലും മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തു. വേനൽ മഴയിലും കാറ്റിലും കുണ്ടൂർ മേഖലയിൽ ഏത്തവാഴ കൃഷി നശിച്ചു. പാലിമിറ്റം യാക്കൂബിന്റെ 162 വാഴകളാണ് കഴിഞ്ഞ രാത്രിയിൽ ഒടിഞ്ഞു വീണത്. ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പയെടുത്താണ് യാക്കോബ് 1500 വാഴകൾ കൃഷി ചെയ്തത്. കടുത്ത വേനലിൽ അതിജീവനത്തിനായി പ്രയാസപ്പെടുന്നതിനിടയിലാണ് പ്രതീക്ഷകളെ വേനൽ മഴയെടുത്തത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തൃശൂർ പാടൂക്കാട് തുരുത്തിലെ കൂടക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തികൾ തകർന്നു വീണു. ഈയിടെ 60 ലക്ഷം രൂപയോളം ചിലവഴിച്ച് നവീകരിച്ച ഭിത്തിയാണ് മഴയിൽ തകർന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചിമ്മിനി കാട്ടിൽ നിന്ന് മുള വെട്ടിയ കേസിൽ ആദിവാസികൾ ഉൾപ്പെടെ 9 പേരെ വനംവകുപ്പ് അധികൃതർ പിടികൂടി. പിടികൂടിയവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ആദിവാസികളുടെ പ്രതിഷേധം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിലെ പൂമല ഡിവിഷനിലെ ഈറ്റൻകൊമ്പൻ ചെരുവിൽ നിന്ന് മുളവെട്ടിയ കേസിലാണ് ആദിവാസികൾ ഉൾപ്പെടെ 9 പേരെ വനംവകുപ്പ് അധികൃതർ പിടികൂടിയത്. ചിമ്മിനി ഡാമിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള കാട്ടിൽ നിന്നാണ് ഇവർ മുള മുറിച്ചെടുത്തതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇവർക്കെതിരെ വന്യജീവി സങ്കേതത്തിൽ കയറി അനധികൃതമായി മുള മുറിച്ചതിനും ആയുധവുമായി കാട്ടിൽ കയറിയതിനുമെതിരെ വനംവകുപ്പ് കേസെടുത്തു. പിടികൂടിയവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം ആദിവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് പിൻവലിച്ചു. നടാമ്പാടം, കള്ളിച്ചിത്ര, ശാസ്താംപൂവം, എച്ചിപ്പാറ എന്നീ ആദിവാസി കോളനികളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധവുമായി ചെക്ക് പോസ്റ്റിലെത്തിയത്. പ്രതിഷേധം ശക്തമാകുമെന്നറിഞ്ഞതോടെ വനംവകുപ്പ് അധികൃതർ ചിമ്മിനി ഫോറസ്റ്റ് ഓഫീസിൽ ജാമ്യം നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിടികൂടിയ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയാണ് വനംവകുപ്പ് എടുത്തിരുന്നത്. പ്രതികൾക്കെതിരെ കേസെടുക്കാതിരിക്കാൻ പ്രാദേശിക നേതാക്കൾ ഫോറസ്റ്റ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിരുന്നില്ല. ആദിവാസികൾക്ക് അവകാശപ്പെട്ട വനവിഭവങ്ങൾ എടുത്തതിൽ തെറ്റില്ലെന്നും പിടികൂടിയവരെ കേസെടുക്കാതെ വിട്ടയക്കണമെന്നുമായിരുന്നു ആദിവാസികളുടെ ആവശ്യം. TCV പുതുക്കാട്. ജനവിധി 2019. ജനവിധി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രചരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലേക്ക്. തൃശൂർ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും ഓട്ടപ്രദക്ഷിണത്തിലായിരുന്നു. ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, ഗുരുവായൂർ, തൃശൂർ മണ്ഡലങ്ങളിലായിരുന്നു പ്രചരണം. ചാവക്കാട് വല്ലഭട്ട കളരി സംഘവും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. ഉച്ചവരെ തൃശൂർ മണ്ഡലത്തിൽ ചെലവഴിച്ച UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഉച്ചയ്ക്ക് ശേഷം തീരദേശ മേഖലയിലായിരുന്നു പര്യടനം. പാലപ്പെട്ടി ബീച്ചിൽ നിന്നും ആരംഭിച്ച തീരദേശ യാത്ര അണ്ടത്തോടാണ് സമാപിച്ചത്. പിന്നീട് ഗുരുവായൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി കുടുംബാംഗങ്ങളും പ്രചരണത്തിനെത്തിയിരുന്നു. മകൻ ഗോകുലും സംവിധായകൻ രാജസേനനും NDA സ്ഥാനാർത്ഥിക്കായി വോട്ട് പിടിക്കാനിറങ്ങി. ഒല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടി. ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അവസാനവട്ട പ്രചരണത്തിലാണ്. ഞായറാഴ്ച പ്രചരണം കൊട്ടിക്കലാശത്തിൽ എത്തുമെന്നതിനാൽ ഒരു വട്ടം കൂടി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ഡെസ്ക് TCV. ജനവിധി നിങ്ങൾക്കായി സമർപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി ചികിത്സാ സഹായം തേടുന്നു. എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിലെ 1ാം വർഷ മൾട്ടിമീഡിയ വിദ്യാർത്ഥി നാട്ടിക തൈവളപ്പിൽ വീട്ടിൽ തേജസാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 3 ദിവസങ്ങൾക്ക് മുൻപ് പെരുമ്പാവൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ തേജസ്സിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തേജസ്സിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വിദഗ്ധമായ തുടർ ചികിത്സ അനിവാര്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരിച്ച ചികിത്സാ ചെലവ് നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നിലവിൽ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തേജസ്. ഫെഡറൽ ബാങ്കിന്റെ 3 പീടിക ബ്രാഞ്ചിൽ 15170000181993 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്.
കണ്ടാണശ്ശേരിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിന് പുറകിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. കാറിലുണ്ടായിരുന്ന ഗുരുവായൂർ പുത്തമ്പള്ളി സ്വദേശികളായ മാറോക്കി അരുൺ, വിഷാരത്ത് കിരൺ, കൊണ്ടാശ്ശേരി അർജുൻ, സഹോദരൻ അരുൺ, പാക്കത്ത് പ്രമോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മാറോക്കി അരുൺ, കിരൺ, അർജുൻ എന്നിവർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 6 കണ്ടാണശ്ശേരിയിലെ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അപകടമുണ്ടായത്. അനധികൃതമായി മണ്ണെടുത്തതിന് ഗുരുവായൂർ പോലീസ് പിടികൂടി സ്റ്റേഷന് മുന്നിലെ റോഡരികിൽ നിർത്തിയിട്ടിരുന്നതാണ് ടിപ്പർ. മലയാറ്റൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു കാറിലുണ്ടായിരുന്നവർ. നിയന്ത്രണം വിട്ട കാർ ടിപ്പറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും ഗുരുവായൂർ ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. എടത്തിരുത്തി പഞ്ചായത്തിലെ മുനയത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. കനോലി കനാലിൽ ചുറ്റപ്പെട്ട ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം നിലച്ചത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പ്രദേശവാസികൾ താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ പുതിയ പൈപ്പ് സ്ഥാപിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിൽ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. 52 കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ പഞ്ചായത്തിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് തികയാതെ വരുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ പ്രദേശത്ത് കിണറുകളിലെല്ലാം ചുവപ്പ് കലർന്ന വെള്ളമാണ്. ഇത് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം ഈ ദ്വീപിനുള്ളിൽ 2 പ്രാവശ്യമാണ് വെള്ളം വന്നിട്ടുള്ള പൈപ്പിൽ. അതൊരു ദിവസം മാത്രം. പിന്നെ ചുറ്റും ഉപ്പ് കിടക്കുന്ന സ്ഥലമാണത്. ഈ ദ്വീപിൽ നിന്ന് 52 വീടിൻ്റെ ദ്വീപിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ്. കനാൽ പ്രദേശമായതിനാൽ സാധാരണയായി ഡിസംബർ മുതൽ മെയ് വരെ ഉപ്പ് കലർന്ന വെള്ളമാണ് ഇവിടെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നത്. ഫെബ്രുവരിയിൽ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് ടെൻഡർ നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതും ടെൻഡർ നടപടികൾ നടക്കാത്തതുമാണ് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി വൈകാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിൽ നമുക്ക് പുതിയ ഒരു പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഫെബ്രുവരി 23-ാം തീയതി പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തിട്ട് 1.5 ലക്ഷം രൂപ കെട്ടിവെക്കുകയും എന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ടെൻഡറോ മറ്റു കാര്യങ്ങളോ നടക്കാത്തത് മൂലം ഇതുവരെയും ഇവിടുത്തെ വെള്ളത്തിനുള്ളൊരു സംവിധാനം, കുടിവെള്ള സംവിധാനം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. TCV കയ്പമംഗലം. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛൻ്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനത്തിനും നെയ്പായസത്തിനുമായി ക്ഷേത്രത്തിനകത്ത് പ്രത്യേക കൗണ്ടർ ആരംഭിച്ചു. ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് സമീപം തുലാഭാര കൗണ്ടറിനരികിലാണ് പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചത്. 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കി പ്രത്യേക കൗണ്ടറിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് നിർവഹിച്ചു. ഭരണസമിതി അംഗം P ഗോപിനാഥൻ, ക്ഷേത്രം മാനേജർമാരായ R സുരേഷ്, KM വിനോദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ E രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ടിന്നിൽ ലഭിക്കുന്ന നെയ്പായസവും പ്രത്യേക ദർശനത്തിനുള്ള സൗകര്യവും ഇനി മുതൽ പ്രത്യേക കൗണ്ടറിലൂടെ ലഭ്യമാകും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയാണെന്ന് പറഞ്ഞ് ചിലർ ഭക്തരെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തന്ത്രിയാണെന്ന് പറഞ്ഞ് ചിലർ പല വേദികളിലും പ്രത്യക്ഷപ്പെടുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. 2014 ഏപ്രിൽ മുതൽ ചേന്നാസ് PC നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി. മറ്റാരും ക്ഷേത്രം തന്ത്രിയല്ല. ചേന്നാസ് PC നാരായണൻ നമ്പൂതിരിപ്പാടിനല്ലാതെ മറ്റാർക്കും
തന്ത്രിയായി പ്രവർത്തിക്കാനോ പൊതുപ്രസ്താവനകൾ നടത്താനോ യാതൊരു അവകാശവുമില്ലെന്നും ദേവസ്വം ചെയർമാൻ അറിയിച്ചു. ദുഃഖവെള്ളി ദിനത്തിൽ കനകമല കുരിശുമുടി കയറാൻ ആയിരങ്ങളെത്തി. വികാരി ഫാദർ ജോയ് തറക്കലിൻ്റെ നേതൃത്വത്തിൽ ഇടവകയിലെ വിശ്വാസികളും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുമായി കുരിശുമുടി കയറി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും കൂട്ടമായി കുരിശുമുടി കയറാൻ എത്തിയിരുന്നു. ഈസ്റ്റർ വരെയുള്ള അടുത്ത 2 ദിവസങ്ങളിൽ കനകമല കുരിശുമുടി കയറാൻ തീർത്ഥാടകരുടെ വൻ തിരക്ക് അനുഭവപ്പെടും. ബജ്രംഗ് ദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹനുമാൻ ജയന്തി ആഘോഷിച്ചു. തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിപിൻലാൽ കൊടുങ്ങല്ലൂർ, ജില്ലാ പ്രസിഡന്റ് മണികണ്ഠൻ കല്ലൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ശീലേഷ് സി ശിവറാം, വിവേക് കുമാർ, ശബരിദാസ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ഇനി വാണിജ്യം. അവധിക്കാല വിനോദങ്ങളുമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയ സമ്മർ കിഡ്സ് ഫെസ്റ്റ് കുടുംബസമേതമുള്ള കല്യാണിലെ പർച്ചേസിനെ കൂടുതൽ ആനന്ദപ്രദമാക്കുകയാണ്. മെയ് അവസാനം വരെ എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും വിവിധങ്ങളായ വിനോദങ്ങളും ഗെയിമുകളുമെല്ലാമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മർ ഫെസ്റ്റ് കുടുംബാംഗങ്ങളെ ഒന്നാകെ ആകർഷിക്കുകയാണ്. ബിൽഡിംഗ് ബോക്സ്, ക്ലേ മോഡലിംഗ്, പെയിന്റിംഗ് തുടങ്ങിയവയിലെല്ലാമായി ആനന്ദപ്രദമായ നിരവധി മത്സരങ്ങളാണ് സമ്മർ ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം ലഭിക്കുന്നതിനോടൊപ്പം വിജയികളാവുന്നവർക്ക് ബമ്പർ സമ്മാനങ്ങളുമുണ്ട്. ഏറ്റവും മികച്ച ഗുണമേന്മയാർന്ന ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലകളുമായി ഉപഭോക്താക്കളുടെ ഇഷ്ട ഹൈപ്പർ മാർക്കറ്റായി മാറിയ കല്യാണിൽ ഒരുക്കിയിരിക്കുന്ന സമ്മർ ഫെസ്റ്റ് കുട്ടികളും കുടുംബങ്ങളും ഒരുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞു. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ കളിയെല്ലാം എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾ ഈ കളിക്കെല്ലാം നല്ല എൻജോയ് ചെയ്തു. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ കളിയും ചിരിയും എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അച്ഛനും അമ്മയുടെയും കൂടെ പർച്ചേസിന് വരാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. അവധിക്കാലം ആഘോഷിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അവർക്ക് സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു ഗെയിം സംഘടിപ്പിച്ചത് വളരെ നന്നായിരുന്നു. എല്ലാ കുട്ടികളും മികച്ച രീതിയിൽ തന്നെ ഇതിൽ പങ്കെടുത്തു. ഇത് അവരുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്കായുള്ള ഉൽപ്പന്നങ്ങളുടെ പർച്ചേസിന് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള ടോയ്സ്, ബുക്സ്, ബാഗ്, സ്കൂൾ ഐറ്റംസ് എന്നിവ അടങ്ങുന്ന ഓരോ 750 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. ഈ അവധിക്കാലത്തെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ പർച്ചേസ് കുടുംബത്തിനൊട്ടാകെ ഇരട്ടി മധുരമാണ് സമ്മാനിക്കുന്നത്. മെയ് അവസാനം വരെയുള്ള എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും സമ്മർ കിഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധങ്ങളായ വിനോദ പരിപാടികളും ഗെയിമുകളുമെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9895499909. സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമേകി ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 30% മുതൽ 70% വരെ വിലക്കുറവുമായി പ്രശസ്തമായ ജനറിക് കാർട്ട് മെഡിസിൻ്റെ കേരളത്തിലെ ആദ്യ സ്റ്റോർ അയ്യന്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. അയ്യന്തോൾ ഗ്രൗണ്ട് ജംഗ്ഷനിൽ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിന് എതിർവശം ആരംഭിച്ച ജനറിക് കാർട്ട് മെഡിസിൻ മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ വത്സല ബാബുരാജ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൗൺസിലർ എ പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. ജനറിക് കാർട്ട് സാരഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനറിക് കാർട്ട് തൃശൂർ ഫ്രാഞ്ചൈസി പാർട്ണർമാരായ അബ്ദുൾ ജമാൽ, സുബൈർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത 6 മാസത്തിനുള്ളിൽ ജില്ലയിൽ 50ഓളം ജനറിക് കാർട്ട് മെഡിസിൻ സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് സാരഥികൾ അറിയിച്ചു. WHO GMP സർട്ടിഫിക്കേഷനുകളുള്ള ഗവൺമെന്റ് അംഗീകൃത മരുന്നുകൾ മാത്രമാണ് ജനറിക് കാർട്ട് സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നത്. പ്രശസ്ത കമ്പനികളുടെ മരുന്നുകൾ ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വിൽപ്പന നടത്തുന്ന ജനറിക് കാർട്ട് സ്റ്റോറിൽ നിന്നും മരുന്നുകൾ 30% മുതൽ 70% വരെ വിലക്കുറവിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9387455755. മരുന്നുകളില്ലാതെ പാർശ്വഫലങ്ങളില്ലാത്ത വിവിധ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളുമായി ഷാസ് കെയർ ഹെൽത്ത് ലാൻഡ് പുഴയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഗുരുവായൂർ റോഡിൽ പുഴയ്ക്കലിൽ ശോഭാ സിറ്റിക്ക് സമീപം ആരംഭിച്ച ഷാസ് കെയർ ഹെൽത്ത് ലാൻഡ് ഇന്ത്യയിലെ ഏക അംഗീകൃത ഡോൺ ട്യൂട്ടറായ
ഡോക്ടർ കെ സുഭാഷ് മണി BNYS ഉദ്ഘാടനം ചെയ്തു. ISA അംഗീകൃത ട്യൂട്ടറായ ബിപിൻ കേശവൻ കോട്ടയം, IAH അക്കാദമി ഡയറക്ടർ ഉമ്മർ ഗുരുക്കൾ കോട്ടയ്ക്കൽ, അരശു കേശവദേവ്, ഷാസ് കെയർ ഡയറക്ടർ PH മുഹമ്മദ് ഷാഹിദ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നാഡീപരിശോധനയിലൂടെ രോഗകാരണം മനസ്സിലാക്കി ശരീരമർമ്മങ്ങളിൽ ചികിത്സിക്കുന്ന അക്യൂപഞ്ചർ, നട്ടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ഉത്തമമായ ജർമ്മനിയിൽ 40 വർഷം മുമ്പ് ആരംഭിച്ച ചികിത്സാരീതിയായ ഡോൺ ഹീലിംഗ്, കൊറിയൻ ചികിത്സാരീതിയായ സുജോക് തെറാപ്പി, ശരീരത്തിൽ നിന്ന് ചർമ്മത്തിലൂടെ അശുദ്ധരക്തം കളയുന്ന ചികിത്സാരീതിയായ ഹിജാമ, ഫിഷ് സ്പാ തുടങ്ങിയവ ഷാസ് കെയർ ഹെൽത്ത് ലാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. പാർശ്വഫലങ്ങളില്ലാത്ത തികച്ചും സുരക്ഷിതമായ ചികിത്സാരീതികളാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സൗജന്യ ചികിത്സയും സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9567200600. പ്രധാന വാർത്തകൾ വീണ്ടും. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ ഇടിമിന്നലുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. വേനൽ മഴയിൽ അന്തിക്കാട് പാടശേഖരത്തിൽ കൊയ്തുവെച്ച 800 ടൺ നെല്ല് നശിച്ചു. പാടശേഖര കമ്മിറ്റിയുടെ അനാസ്ഥയാണ് ഭീമമായ നഷ്ടത്തിന് ഇടയാക്കിയതെന്ന് കർഷകർ. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന് 2 ദിനം മാത്രം ബാക്കി. സ്ഥാനാർത്ഥികൾ അവസാനവട്ട പ്രചാരണത്തിൽ. പെരിങ്ങോട്ടുകര ചെമ്മപ്പള്ളിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതികളായവർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ ആരോപണവുമായി അനിൽ അക്കര MLA. ടിക്കാറാം മീണ AKG സെന്ററിലെ ജീവനക്കാരനെ പോലെ പെരുമാറുന്നുവെന്ന് അനിൽ അക്കര. യേശുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഭക്തി നിർഭരമായി നഗരി കാണിക്കൽ പ്രദക്ഷിണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.